നമുക്ക് ചിക്കൻ ലോലിപോപ്പ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. അധികം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ എല്ലിൻ്റെ ഭാഗം ഇങ്ങനെ മാംസം താഴേക്ക് ഇറങ്ങി നിൽക്കണ പോലെ ചെത്തി ഇറക്കി വെക്കണം. ഇതിലേക്ക് ഈ മസാല എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ വേണം. പിന്നെ ഒരു 2 സ്പൂണ് ഗരം മസാല, 1 സ്പൂണ് കുരുമുളക് പൊടി, പിന്നെ നമുക്ക് കോൺഫ്ലവർ ഇടാം കേട്ടോ. കോൺഫ്ലവർ നമുക്ക് ആവശ്യമുള്ളത് ഇടാം. കൂടുതൽ ചിക്കൻ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് കൂടുതലിടാം. എത്ര വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അതനുസരിച്ച് ഇട്ടാൽ മതി. അതുപോലെ എരിവ് കൂടുതൽ വേണ്ടവർക്ക് നമുക്ക് കുരുമുളക് പൊടി ഇത്തിരി കൂടെ വേണമെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ ഞാനിതിൽ 1 സ്പൂൺ ഇടണുള്ളൂ. കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടാം. പിന്നെ ഒരു സ്പൂണ് വിനാഗിരി, ചെറിയ സ്പൂണ് മതി. 1 സ്പൂണ് വിനാഗിരിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക. ഒരു കുഴമ്പ് പരുവത്തിൽ കുഴച്ചാൽ മതി കേട്ടോ. വെള്ളം കുറച്ച് വെച്ചിട്ട് കുഴച്ചെടുക്കുക. വെള്ളം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കനിനൊന്നും പിടിക്കില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അത്ര എടുക്കുക. എന്നിട്ട് ഇത് കുഴച്ചെടുത്തിട്ട് അത് നമ്മൾ ചിക്കനിന്മേൽ പുരട്ടിയിട്ട് ഒരു 10 മിനിറ്റ് വെക്കുക, വെയിറ്റ് ചെയ്യാനായിട്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുത്തിട്ട് അത് ഫ്രൈ ചെയ്യാം കേട്ടോ. ഫ്രൈ ചെയ്തതിന് ശേഷം ഇത് പിന്നെ നമ്മൾ ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞ് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ലോലിപോപ്പ് അങ്ങനെയാണ് ചെയ്യുന്നത്. കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് അധികം കഴിക്കാത്തവർക്കൊക്കെ ഇത് നല്ല ഇഷ്ടമാവും. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ മുരിച്ചെടുക്കുക. ചെറിയൊരു ചട്ടിയിൽ വെച്ചിട്ടാണ് ഞാൻ എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ കറക്റ്റ് മുരിഞ്ഞ് കിട്ടും. അപ്പോൾ അത് കാരണം ചെറിയൊരു ചട്ടിയിലാണ് വെക്കുന്നത്. അങ്ങനെ എടുത്ത് മുരിഞ്ഞ് വരുമ്പോൾ ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞ് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ ലോലിപോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഒരു വെറൈറ്റി ആണെന്ന് വിചാരിച്ചിട്ട് അവർ കഴിച്ചോളും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ ഫാസ്റ്റ് ഫുഡിനോടാണ് ഇഷ്ടം കൂടുതൽ. അപ്പോൾ ഇത് ഫാസ്റ്റ് ഫുഡല്ല, നമ്മൾ നല്ല രീതിയിൽ റെഡിയാക്കി എടുത്തിട്ടുള്ളത് കൊണ്ട് അവർക്ക് ഇത് കാണുമ്പോൾ നല്ല ഇഷ്ടമാവും. അപ്പോൾ അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.